മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു സുപ്രധാന ചിത്രമാണ് പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ. 2009 പുറത്തിറങ്ങിയ ഈ ചിത്രം രചനയും സംവിധാനവും നിർവഹിച്ചത് രഞ്ജിത്താണ്. മമ്മൂട്ടി, ശ്വേത മേനോൻ, മൈഥിലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ചിത്രത്തിൽ മമ്മൂട്ടി 3 കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. ഇത് TP രാജീവൻ എഴുതിയ അതേ പേരിനുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രം മൈഥിലിയുടെ ഒരു അരങ്ങേറ്റ ചിത്രവുമായിരുന്നു. മികച്ച ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ 4 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ ചിത്രം നേടി. അഹമ്മദ് ഹാജി, ഹരിദാസ്, ഖാലിദ് അഹമ്മദ് എന്നീ 3 വേഷങ്ങളിൽ അഭിനയിച്ചതിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള 5ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശ്വേത മേനോന് മികച്ച നടിക്കുള്ള ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചു. 1950കളുടെ അവസാനത്തിൽ വടക്കൻ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമമായ പാലേരിയിൽ മാണിക്യം എന്ന യുവതിയുടെ അസ്വാഭാവിക മരണത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ. അപസ്മാരം ബാധിച്ചതിനെ തുടർന്നാണ് അവൾ മരിച്ചതെന്ന് അവളുടെ ഭർത്തൃ വീട്ടുകാർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും മൃതദേഹം പരിശോധിച്ചപ്പോൾ അത് കൊലപാതകവും ബലാത്സംഗവുമാണെന്ന് കണ്ടെത്തി. 3 നാട്ടുകാരുടെ മേൽ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി. എന്നാൽ പ്രോസിക്യൂഷന്റെ കേസ് പിഴവുള്ളതാണെന്ന് കോടതി കണ്ടെത്തി അവരെ വിട്ടയച്ചു. കൂടുതൽ അന്വേഷണങ്ങളൊന്നും നടത്താത്തതിനാൽ വർഷങ്ങളായി ഈ കേസ് തണുത്തുപോയി. ഒടുവിൽ പരിഹരിക്കപ്പെടാത്ത ആ രഹസ്യത്തെ കണ്ടെത്തുന്നു. ഏകദേശം 52 വർഷങ്ങൾക്ക് ശേഷം ന്യൂഡൽഹിയിൽ താമസിക്കുന്ന ഡിറ്റക്റ്റീവായ ഹരിദാസ് ഈ രഹസ്യം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിൽ പാലേരിയിലേക്ക് യാത്ര ചെയ്യുന്നു. മാണിക്യം കൊല്ലപ്പെട്ട അതേ രാത്രിയിൽ തന്നെ അദ്ദേഹം അതേ ഗ്രാമത്തിലാണ് ജനിച്ചതെന്ന പ്രത്യേകതയുമുണ്ട്. ഒരു ക്രൈം അനലിസ്റ്റായ സരയുവും അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുന്നു. ആ ഗ്രാമത്തിലുള്ള ബാലൻ നായരുടെയും കേശവന്റെയും ചില സൂചനകളും അറിവുകളുമൊക്കെ ആ കാലഘട്ടത്തിൽ, അതായത് മാണിക്യം കൊല്ലപ്പെടുന്ന ആ കാലഘട്ടത്തിൽ പാലേരിയിൽ താമസിച്ചിരുന്ന ക്രൂരനായ ഒരു ഫ്യൂഡൽ ഉടമയായ അഹമ്മദ് ഹാജിയിൽ ചെന്നെത്തി നിന്നു. ആ കാലഘട്ടത്തിലെ പോലീസ് റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വരാത്തതിൻ്റെ കാരണവും അവർക്ക് വ്യക്തമായിരുന്നു, ഹരിദാസിനും വ്യക്തമായിരുന്നു. കാരണം അദ്ദേഹം ആ നാട്ടിലെ അറിയപ്പെടുന്ന ഫ്യൂഡൽ പ്രമാണിയായിരുന്നു. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് ആ നാട്ടിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്നതായിരുന്നു അവസ്ഥ. എന്നാൽ ഹരിദാസിൻ്റെ അന്വേഷണത്തിൽ പതിയെ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ കൊലപാതകി ആരാണെന്ന് ഹരിദാസ് നിഗമനം ചെയ്യുന്നു. അത് അഹമ്മദ് ഹാജിയാണെന്നാണ് ഹരിദാസ് വിചാരിക്കുന്നത്. എന്നാൽ പിന്നീട് ഹരിദാസ് ആ സത്യം കണ്ടെത്തുന്നു. അഹമ്മദ് ഹാജിയുടെ ആദ്യ ഭാര്യയുടെ മൂത്ത മകൻ ഖാലിദ് അഹമ്മദ്, അദ്ദേഹമാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഉപേക്ഷിച്ചതെന്ന് അയാൾ മനസ്സിലാക്കി. മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ചുമതല വേലായുധൻ എന്ന പരിചാരകന് ലഭിക്കുന്നു. അപ്പോൾ ആ നദിക്കരയിൽ ആ മൃതദേഹം സംസ്കരിക്കാൻ ശ്രമിക്കുന്ന ആ നദിക്കരയിൽ, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന നദിക്കരയിൽ ഒരു സാക്ഷിയെ കണ്ടെത്തുകയും ആ സാക്ഷിയെ പിടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. തുടർന്ന് വേലായുധനും സഹായി മൃതദേഹം മാണിക്യത്തിൻ്റെ വീടിനടുത്ത് തൂക്കിയിടുകയും അപസ്മാരത്തിനിടെയുണ്ടായ പരിക്കുകൾ കാരണം ആണ് മരണമെന്ന് വരുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് അത് മാറ്റുകയും ചെയ്യുന്നു എന്നാണ് ഹരിദാസ് കണ്ടെത്തുന്നത്. ഈ ചിത്രം വളരെ മനോഹരമായ ഒരു കുറ്റാന്വേഷണ കഥ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ സാമൂഹിക അവസ്ഥയിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു ചിത്രമാണ് ഈ പാലേരി മാണിക്യം. എന്നാൽ ഈ പാലേരി മാണിക്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ചർച്ചകളിൽ പൊന്തി വന്നത്. അത് ശ്വേത മേനോന്റെ ഒരു തുറന്നു പറച്ചിലാണ്. പാലേരി മാണിക്യത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം, അതായത് അഹമ്മദ് ഹാജി എന്ന ഫ്യൂഡൽ പ്രഭുവിന്റെ കഥാപാത്രം, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞല്ലോ, വളരെ ക്രൂരനും നിഷ്ഠൂരമായ മനസ്സുള്ളവനും ഒക്കെയാണ് ഈ അഹമ്മദ് ഹാജി. അയാൾ മറ്റുള്ള കീഴാളന്മാരെ ഉപദ്രവിക്കുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഈ അഹമ്മദ് ഹാജിയുടെ പ്രിയപ്പെട്ട ഒരുവളായിരുന്നു ശ്വേത മേനോൻ അവതരിപ്പിക്കുന്ന ചീരു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു സ്ത്രീ.
പാലേരി മാണിക്യത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ചിരു ഇങ്ങനെ കാണാൻ വരുന്ന ഒരു സീനുണ്ട്. അവൾ ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സീൻ ചെയ്യണമെങ്കിൽ ആ സീനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അഹമ്മദ് ഹാജി കാലുയർത്തി അതിൻ്റെ ഹുക്ക് പൊട്ടിക്കണം. എന്നാൽ മമ്മൂട്ടിയെ പോലുള്ള ഒരു കഥാപാത്രം ഇത് ചെയ്യുമോ എന്ന സംശയം ഏവർക്കും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സംവിധായകൻ രഞ്ജിത്തിന്. അതുകൊണ്ട് ക്ലോസപ്പും ഫീലിങ്ങും എക്സ്പ്രഷനും ഒക്കെ എടുത്ത് വെറുതെ നിന്നാൽ മതിയെന്ന് അദ്ദേഹം ശ്വേതയോട് പറഞ്ഞു. കാൽ പൊന്തിക്കുന്ന ഷോട്ട് മാത്രം കിട്ടിയാൽ സീൻ കഴിഞ്ഞു. മമ്മൂട്ടി വന്നിരുന്നു. ശ്വേത ഒറ്റ വലി ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. എക്സ്പ്രഷൻ കൊടുത്തതെല്ലാം മാറ്റിവെച്ചു. ഫുൾ ഷോട്ട് മമ്മൂക്ക ചെയ്തു. അനശ്വരത്തിലെ മമ്മൂക്ക അല്ല, പാലേരി മാണിക്യത്തിലെ മമ്മൂക്ക. ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹവും വളർന്നു. ഇന്നത്തെ തലമുറയ്ക്കായി ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം. താനൊരു സീനിയറാണെന്നും ഭരതൻ സാറിൻ്റെയും അടൂർ സാറിൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വീമ്പ് പറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല അവർ. സിനിമയ്ക്ക് എന്താണ് ആവശ്യമെന്നാണ് അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹം അഭിനയത്തെ ആസ്വദിക്കുന്ന വ്യക്തിയാണ്, ശ്വേതാ മേനോൻ പറയുന്നു. എന്നാൽ പാലേരി മാണിക്യത്തിലെ ചീരു എന്ന കഥാപാത്രം താൻ ആദ്യം റിജക്റ്റ് ചെയ്തതായിരുന്നുവെന്നും പിന്നീട് രഞ്ജിത്ത് തന്നെ വിളിച്ച് കൺവിൻസ് ചെയ്യുകയായിരുന്നുവെന്നും നടി ശ്വേതാ മേനോൻ പറയുന്നു. ആ കഥാപാത്രം തൻ്റെ രീതിയിൽ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും തന്നിരുന്നുവെന്നും താനൊരു മലപ്പുറംകാരി ആയതുകൊണ്ട് അത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ലെന്നും ശ്വേത പറയുന്നു. അതിനു മുമ്പ് മോഹൻലാൽ നായകനായി അഭിനയിച്ച രഞ്ജിത്ത് ചിത്രമായ റോക്ക് ആൻഡ് റോളായിരുന്നു താൻ ചെയ്തതെന്നും തനിക്ക് അതുപോലുള്ള കഥാപാത്രം മതിയെന്നും രഞ്ജിത്തേട്ടനോട് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്തേട്ടൻ പറഞ്ഞു, ഞാനൊന്ന് സ്ക്രിപ്റ്റ് എഴുതട്ടെ, നീ എനിക്ക് 1 മാസം സമയം തരണം, ഞാൻ വിളിക്കാമെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞത് ചെയ്യില്ല എന്നാണ്. പിന്നീട് 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, എടാ ചീരു, നീ തന്നെ ചെയ്യണം, എനിക്ക് കണ്ണടച്ചാൽ ചീരു നീയാണ്. നമ്മൾ ആർട്ടിസ്റ്റുകളെ സംവിധായകർക്ക് അത്രയും കൺവിൻസിങ് ഉണ്ടെങ്കിൽ വേറെ എന്താണ് വേണ്ടത്? ചീരുവിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, എല്ലാ ക്രെഡിറ്റും രഞ്ജിത്തേട്ടനുള്ളതാണ് എന്ന് ശ്വേതാ മേനോൻ പറയുന്നു. എന്നാൽ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും അക്കാലത്ത് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിവാദങ്ങൾ ഉയർന്നത്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ കൊച്ചിയിലെത്തിയപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് ബംഗാളി നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തി. ആ വിവാദം വന്ന് കത്തി നിൽക്കുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. അക്കാലത്ത് തന്നെയാണ് ഈ പാലേരി മാണിക്യം റിലീസ് ചെയ്തത്. പക്ഷേ റിലീസ് ചെയ്തപ്പോൾ ചിത്രം കാണാൻ ആളില്ലായിരുന്നു എന്നതാണ് ശരി. നല്ല സിനിമകൾ കാണാൻ പലപ്പോഴും ആളുണ്ടാകാറില്ല. ആ ദുർവിധി പാലേരി മാണിക്യത്തിൻ്റെ റിലീസിനും സംഭവിച്ചു.